ഈജിപ്ത് എന്ന രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് പിരമിഡുകളാണ്. 7 ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സൺ ഫോർമുലയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തുവിന് മുമ്പാണ് പിരമിഡുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ആ കാലത്തെ ഭരണാധികാരികളായ ഫറവോമാരുടെ കാലഘട്ടമായിരുന്നു അത്. 2500 മുതൽ 80,000 വരെ കിലോ ഭാരമുള്ള 23 ലക്ഷത്തിൽ പരം കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത്. ഓരോ കല്ലിനും 15 മുതൽ 20 അടി നീളമുണ്ടാകും. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഈജിപ്ഷ്യൻ പിരമിഡ് ഖുഫു എന്നറിയപ്പെടുന്ന ഫറവോയുടെ കാലത്താണ് നിർമ്മിച്ചത്. ഗ്രേറ്റ് പിരമിഡ് എന്ന പേരിൽ 483 അടി ഉയരത്തിൽ ലോകാത്ഭുതങ്ങളിലൊന്നായ ഈ പിരമിഡ് 13 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. ആ കാലത്ത് ഫറവോമാരെയും രാജ്ഞിമാരെയും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളും അടക്കം ചെയ്യുന്നതിനു വേണ്ടി നിർമ്മിച്ച ശവക്കല്ലറുകളായിട്ടായിരുന്നു പിരമിഡുകൾ നിർമ്മിച്ചിരുന്നത്. ഫറവോകൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്നും മരണശേഷം അവർ മരിച്ചവരുടെ രാജാക്കന്മാരായി മാറുമെന്നും അവരുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും ആത്മാവിന് തിരിച്ചു കയറാൻ മൃതശരീരം സൂക്ഷിക്കണമെന്നുള്ള ഈജിപ്ത് ജനതയുടെ ഉറച്ച വിശ്വാസമാണ് ഇങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. മൃതശരീരങ്ങളുടെ കൂടെ അടക്കം ചെയ്യുന്ന നിധികളും ആഭരണങ്ങളും പരലോക ജീവിതത്തിന് ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു. രാജാക്കന്മാരുടെ വളർത്തുമൃഗങ്ങളെയും ഇക്കൂട്ടത്തിൽ സംസ്കരിക്കാറുണ്ട്. പിരമിഡിലേക്ക് പ്രവേശിക്കുന്ന വഴി വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇസ്രായേലിയരായ അടിമകളെ കൊണ്ട് വർഷങ്ങളോളം രാപ്പകലില്ലാതെ പണിയെടുപ്പിച്ചാണ് ഇവ നിർമ്മിച്ചത്. ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ 300-400 അടി മുകളിൽ ഇവർ എങ്ങനെ എത്തിച്ചു എന്നത് അത്ഭുതകരമായ കാര്യമാണ്. നൂറ് വർഷം കൊണ്ട് 413 അടി നീളവും 344 അടി വീതിയും 200 അടി ഉയരമുള്ള ഒരു പിരമിഡാണ് BC 2780 ആണ്ടിൽ ഭരിച്ചിരുന്ന ജോസർ എന്ന ഫറവോയുടെ ശവകുടീരമായ സ്റ്റെപ്പെ പിരമിഡ്. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഭീമാകാരമായ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു പിരമിഡിൻ്റെ ചിത്രം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. ഇത് സ്ഫിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ജെസേനസിൻ്റെ ശവകുടീരമാണ്. ചെറിയ പിരമിഡുകൾ അധികവും ഫറവോയുടെ ഭാര്യമാരായിരുന്ന രാജ്ഞിമാരെ അടക്കം ചെയ്തിരുന്നതാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പതനത്തോടെ പല പിരമിഡുകളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. പിരമിഡിനുള്ളിൽ നിന്നും എടുത്ത പല മൃതശരീരങ്ങളും ഇപ്പോൾ ഈജിപ്ത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മൃതശരീരത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ എടുത്തു മാറ്റി സുഗന്ധ തൈലം പൂശി മമ്മി രൂപത്തിൽ പിരമിഡിൽ അടക്കം ചെയ്യുകയായിരുന്നു പതിവ്. ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് പിരമിഡ് സന്ദർശിക്കുന്നത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ നിന്നുമാണ് ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ പിരമിഡ് പണിയുന്നതിന് ഇവിടെ എത്തിച്ചത്. അവർ അന്ന് ഉപയോഗിച്ച ടെക്നോളജി എന്താകും? ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് പല യന്ത്ര സാമഗ്രികളും ലഭ്യമാണ്. പിരമിഡ് കാണുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്നോർക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.